കൈജു നമ്പർ 8 ഫസ്റ്റ് സീസൺ ഇന്നലെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 12ാമത്തെ എപ്പിസോഡ് ഇന്നലെയായിരുന്നു പുറത്തിറങ്ങിയത്. സോ ഈ ഒരു ഫുൾ സീസണിൽ 12 എപ്പിസോഡുകളേ ഉള്ളൂ. പക്ഷേ കിടിലും കാഴ്ച എപ്പിസോഡുകളാണ്, കിടിലും സീസൺ. കാരണം ഇതൊരു പസഫിക് റിമിൻ്റെയും അറ്റാക്ക് ഓൺ ടൈറ്റൻ്റെയും കൂടി ഒരു മിക്സ്ഡ് വെർഷൻ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. കാരണം അത്ര ഗംഭീരമായിട്ടുള്ള പ്ലോട്ടുള്ള, അത്ര നല്ല വേൾഡ് ബിൽഡിംഗ് ഉള്ള, നല്ല കുറേ ക്യാരക്ടേഴ്സ് ഉള്ള ഒരു ആനിമി. സോ ഇതിൽ കണ്ടിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിലിപ്പോൾ എന്താണ് വലിയ പുതുമയെന്ന് ചോദിച്ചാൽ, കുറേ ആനിമീസിലും കുറേ ഇത്തരത്തിലുള്ള സെയിം പ്ലോട്ടുകൾ നമ്മൾ ഒരുപാട് സാധനത്തിൽ കണ്ടിട്ടുണ്ടെങ്കിലും സ്റ്റിൽ ഇതിനെന്തൊക്കെ ഒരു ഫ്രഷ്നെസ് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ആ ഒരു ഇപ്പോൾ ഈ പസഫിക് റിമിൽ നമ്മൾ കാണുന്ന കൈജൂസ് ഇൻഫിൽട്രേറ്റിട്ടുള്ള ആ ഒരു വേൾഡ്, അതിലേക്ക് അറ്റാക്ക് ഓൺ ടൈറ്റൻ പോലെ ഒരു ഗ്രൂപ്പ് ഇറങ്ങി എങ്ങനെ ഉണ്ടാവും. നമ്മൾ ഈ പസഫിക് റിം എന്ന പടത്തിൽ കണ്ട അതേ സാധനം തന്നെയാണ്. പക്ഷെ അതിൻ്റെ കൂടി കുറച്ചും കൂടി ഒരു ആനിമി വെർഷനായിട്ട് നമ്മൾ സ്ഥിരം കാണുന്ന ആ ഒരു ടീംസ് ഇതിനെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ അതിലുള്ള കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ സർപ്രൈസ് ട്വിസ്റ്റുകളും പ്ലോട്ട് പോയിൻറ്റ്സിൽ വ്യത്യാസങ്ങളൊക്കെ തന്നെ ഈ ഒരു ആനിമീനെ എൻ്റെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ആൻഡ് എസ്പെഷ്യലി ഇതിലെ ആക്ഷൻ സീക്വൻസ് ഒരു രക്ഷയില്ലാത്ത സാധനം. ഇങ്ങനെ അഡ്രിനാലിന് റഷ് തരുന്ന, കുറേ ഹൈ മൊമെൻറ്റ്സ് തരുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. ആൻഡ് ഇതിലെ ക്യാരക്ടർ ഡിസൈനും അടിപൊളിയാണ്. ചില സമയത്തൊക്കെ ഇതിൽ ഈ ആക്ഷൻ സീക്വൻസുകൾ മാത്രമല്ലാതെ വരുന്ന പോർഷൻസൊക്കെ തന്നെ മറ്റ് സാധനങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് ഒട്ടുമിക്ക ആനിമീസിലും എനിക്ക് ഈ ഇവരുടെ ആ ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു കോപ്സിൻ്റെ ബാക്കിയുള്ള സൈഡ് കാണിക്കുന്ന വശങ്ങളൊക്കെ എനിക്ക് അധികം ഇഷ്ടമല്ല. ഈവൻ അത് ഇത്ര വലിയ ആനിമിയാണ് കൂടി, ഈവൻ അറ്റാക്ക് ഓൺ ടൈറ്റനിലും അല്ലെങ്കിൽ ഇപ്പോൾ ഈവൻ ഡീമൺ സ്ലെയറിലടക്കം ഓക്കെ ഒരു പരിധിവരെ ഓക്കെ. അല്ലാണ്ട് ഇങ്ങനെ ഇപ്പോൾ ഈ ലാസ്റ്റ് ഇറങ്ങിയ നമ്മുടെ ഹഷീറ ട്രെയിനിങ് ആർക്ക് ആ ഒരു ട്രെയിനിങ് മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ പേഴ്സണലി എനിക്ക് ആ ഒരു ആർക്കും കംപ്ലീറ്റ്ലി എനിക്ക് വലിയ ഗുമ്മായിട്ട് തോന്നിയില്ല കമ്പയർ ടു ബാക്കിയുള്ള ആർക്സിനെ വെച്ചിട്ടും അല്ലെങ്കിൽ ബാക്കിയുള്ള സീസണെ വെച്ചിട്ടും. അതേപോലെ തന്നെ സ്ഥിരം കാണുന്ന കുറേ ട്രെയിനിങ് സെഷൻസും ഇതിലുണ്ടെങ്കിലും അതിനൊക്കെ തന്നെ ഭയങ്കര ഹിലാരിയസ് ആയിട്ടാണ് ഇതിൽ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ക്യാരക്ടേഴ്സിൻ്റെ ഈവൻ ഡയലോഗ്സ് അടക്കം നല്ല രസമുണ്ട്. അവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻസും പിന്നെ സ്പെസിഫിക് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ അവർക്ക് കഴിയുന്നുണ്ട്. ഓരോ ക്യാരക്ടേഴ്സും റിപ്പീറ്റബിൾ ആയിട്ട് നമുക്ക് തോന്നില്ല, എല്ലാം അങ്ങനെ ഡിസ്റ്റൻ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിലും എല്ലാം ഒട്ടുമിക്ക ഒരു 90% ഓഫ് ക്യാരക്ടേഴ്സും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പേഴ്സണലി നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് അറിയാം അവരാരൊക്കെയാണ്, അവരിങ്ങനെയൊക്കെയാണ്, അവരുടെ ഷെയ്ഡ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയിച്ചു കൊണ്ട് പോകാൻ അത് ഫസ്റ്റ് സീസണിൽ തന്നെ അവർക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു തുടക്കം തോന്നി. ആൻഡ് ഇതിൻ്റെ അവസാനത്തെ 12ാമത്തെ എപ്പിസോഡിൽ വേണമെങ്കിൽ മറ്റ് എപ്പിസോഡുകളിൽ വെച്ച് എല്ലാവരും പ്രെഡിക്റ്റ് ചെയ്യുന്ന പോലെ ഒരു വലിയ ഹൈ മൊമെൻറ്റോ പീക്ക് സാധനത്തിൽ കൊണ്ടൊന്നല്ല നിർത്തുന്നത്. അടുത്തത് കാണാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ക്ലിഫ് ഹാങ്ങറൊന്നും അല്ലെങ്കിലും ഒരു നല്ലൊരു സാറ്റിസ്ഫൈങ് ആൻഡ് പ്രോപ്പർലി ഫിനിഷ്ഡ് ആയിട്ടുള്ള എൻഡിങ് പോലെയാണ് എനിക്ക് തോന്നിയത്. ആൻഡ് സെക്കൻഡ് സീസൺ മുതൽ ഇവർ ആ ചെയ്തു വെച്ചുള്ള സാധനം വെച്ചിട്ടുള്ള ഇമ്പാക്റ്റ് ഇനി എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ തന്നെ അടിപൊളിയായിട്ടുണ്ട്. സ്റ്റിൽ ഈ ഒരു ജോണർ ഇഷ്ടമാണെങ്കിൽ ഇതേപോലത്തെ സാധനം നിങ്ങൾ കുറേ ആനിമി കാണുന്ന ഒരാളാണെങ്കിൽ ഇത് റിപ്പീറ്റബിൾ ആയിട്ട് പല സാധനങ്ങളും ഓക്കെ ഇത് തന്നെയല്ലേ അത് നിന്ന് തോന്നിപ്പിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് ഈ ആനിമിയിലുള്ളതെങ്കിലും കണ്ടിരിക്കാൻ നല്ല രസമാണ്, നല്ല എൻജോയബിൾ ആണ്, നല്ലൊരു സാറ്റിസ്ഫൈങ് അഡ്രിനാലിൻ റഷ് തരുന്ന കുറേ സാധനങ്ങളുള്ള നല്ലൊരു ആക്ഷൻ പാക്ഡ് ആനിമിയാണ് കൈജു നമ്പർ 8. തീർച്ചയായും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇതിൻ്റെ എല്ലാ എപ്പിസോഡുകളും ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഐ തിങ്ക് ആമസോൺ പ്രൈമിൽ റെൻ്റലായിട്ടാണ് തോന്നുന്നു, അല്ലാതെ എങ്ങനെയൊക്കെ കാണാൻ നിങ്ങൾക്ക് അറിയാം. സോ കണ്ടുവരുന്നെങ്കിൽ ഈ എപ്പിസോഡിനെ പറ്റിയുള്ള അല്ലെങ്കിൽ ഈ ഒരു സീസണെ പറ്റിയിട്ടുള്ള മുഴുവൻ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എനിക്കറിയില്ല ഇതിന് മാങ്ക എങ്ങനെയായിരിക്കും എന്നുള്ളത്. അടിപൊളിയാണെങ്കിൽ മാങ്കയും കൂടി ഒന്ന് വായിക്കണമെന്നുണ്ട്, ബാക്കി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. മാങ്ക വായിച്ചവരുണ്ടെങ്കിലും എന്താണ് കൈജു നമ്പർ 8ൻ്റെ ഭാവിയെ പറ്റിയുള്ള കാര്യങ്ങളെന്ന് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.